ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കുന്നത് ന്യൂ NCERT 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാഷ്ട്രവും ഗവൺമെന്റും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാം. അതിൽ ആദ്യം തന്നെ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിൽ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് രാഷ്ട്രം എന്നാണ്. എന്താണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. എങ്ങനെയാണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇവിടുന്ന് പഠിച്ചു പോകും. എന്താണ് രാഷ്ട്രം? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രത്തിന്റെ പ്രധാന ഘടകങ്ങൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ കണ്ട അതേ കാര്യം 6ാം ക്ലാസ്സിൽ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ആ 4 ഘടകങ്ങൾ. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. ഇനി രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. രാഷ്ട്രത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രത്തെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ്? രാഷ്ട്രതന്ത്ര ശാസ്ത്രമാണ്. പുരാതന ഗ്രീസിലെ രാഷ്ട്രത്തെ കുറിച്ചുള്ള പഠനം ആരംഭം കുറിച്ചത്. ഓക്കെ, രാഷ്ട്രത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പഠനം ആരംഭിച്ചത് ഗ്രീസിൽ നിന്ന് തന്നെയാണ്. നഗര രാഷ്ട്രങ്ങൾ ആയിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ അടിസ്ഥാന ഘടകം. ഓക്കെ, ഗ്രീക്കിൽ നമ്മൾ കാണുന്ന നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഇനി ഗ്രീക്ക് ചിന്തകരായിട്ടുള്ള സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. നമ്മൾ പഠിച്ചതാണ് സോക്രട്ടീസിനും പ്ലാറ്റോനെയും അരിസ്റ്റോട്ടിലിനെയൊക്കെ കുറിച്ചിട്ട്. നമുക്കറിയാം, പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, പൊളിറ്റിക്സ് എന്ന പദം അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ തന്നെയാണ് പൊളിറ്റിക്സിന്റെ പിതാവ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥം കൂടിയാണ് പൊളിറ്റിക്സ്. ഇമ്പോർട്ടന്റ് ആണ്. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് പൊളിറ്റിക്സിന്റെ പിതാവ്. പൊളിറ്റിക്സ് എന്ന പദം ഉപയോഗിച്ചതും അരിസ്റ്റോട്ടിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കം കുറിച്ചതൊക്കെ ഗ്രീക്കിൽ നിന്നാണ്. അപ്പൊ ഗ്രീക്കുകാരായ വ്യക്തികളാണ് സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവര്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദപ്രയോഗവും റോമക്കാർ സിവിറ്റാസ് എന്ന പദവുമാണ് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് പോളിസ് ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ കണ്ടതാണ്. പോളിസ് എന്ന് പറയുന്നത് ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പദമാണ്. അതേസമയം പിന്നീട് വന്ന റോമക്കാർ സിവിറ്റാസ് എന്ന പദമാണ് ഉപയോഗിച്ചത്. ഏതാ ഉപയോഗിച്ചത്? സിവിറ്റാസ് എന്ന പദമാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇന്ന് ആധുനിക രീതിയിലുള്ള സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്കിയവല്ലിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നിക്കോളോ മാക്കിയവല്ലിയാണ്. അദ്ദേഹം ഇറ്റാലിയൻ തത്വചിന്തകനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇത് എവിടെ നിന്നാണ് വന്നത് നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ജർമ്മനിയിലെ ഒരു ഗോത്രവിഭാഗം ഉണ്ടായിരുന്നു. അവരാണ് ട്യൂട്ടോണുകൾ എന്ന് പറയുന്നത്. അവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു വാക്കായിരുന്നു സ്റ്റാറ്റസ്. ആ സ്റ്റാറ്റസിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇറ്റാലിയൻ തത്വചിന്തകനായിട്ടുള്ള നിക്കോളോ മാക്കിയവല്ലിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ ഓരോന്നും നമുക്ക് ജനസംഖ്യ. ഓക്കെ, ജനസംഖ്യ നമുക്ക് പറയാമല്ലോ. ജനങ്ങളില്ലാതെ ഒരു രാഷ്ട്രത്തിനും നിലനിൽപ്പില്ല. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഓക്കെ, ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. അതുപോലെ തന്നെ എത്ര ജനസംഖ്യ വേണം എന്നുള്ളത് ഇതുവരെ നിജപ്പെടുത്തിയിട്ടില്ല. ഒരു രാഷ്ട്രത്തിന്റെ ജനസംഖ്യ വിവിധ മത, വർഗ, വർണ്ണ വിഭാഗങ്ങൾ ഉൾപ്പെടാം. പരസ്പര ആശ്രയത്വവും പൊതു താല്പര്യം, പൊതുബോധം എന്നിവയിൽ
എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നത്. എപ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നത്? പരസ്പര ആശ്രയത്വവും പൊതു താല്പര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നത്. നമുക്കറിയാം 4 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകമാണ് ഈ ജനങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങളില്ലാതെ ഒരു രാഷ്ട്രമില്ല. ഇത്ര എണ്ണം ജനങ്ങൾ വേണമെന്ന് എവിടെയും നിജപ്പെടുത്തിയിട്ടില്ല. പരസ്പര ആശ്രയത്വം, പൊതു താല്പര്യം, പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകമായി മാറുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ ആണ് അല്ലെ? ഇന്ത്യ. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം വത്തിക്കാൻ സിറ്റിയാണ്. ഏതാണ്? വത്തിക്കാൻ സിറ്റി. ഏറ്റവും ചെറിയ രാജ്യവും ഏതാണ്? ചെറിയ രാജ്യവും വത്തിക്കാൻ സിറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഭൂപ്രദേശം. രണ്ടാമത്തെ ഘടകമാണ് ഭൂപ്രദേശം. ഒരു രാഷ്ട്രത്തിന്റെ രണ്ടാമത്തെ ഘടകം ഭൂപ്രദേശമാണ്. 2011 രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാന്റെ ഭൂപടമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ദക്ഷിണ സുഡാൻ. ഓക്കെ, ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നു? നമുക്കറിയാം ഇത് ഏതാണ്? ആഫ്രിക്ക അല്ലെ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് കിടക്കുന്നത് ദക്ഷിണ സുഡാൻ. ഇനി ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈൽ നദിയാണ്. ഏതാണ്? നൈൽ നദിയാണ് ദക്ഷിണ സുഡാനെ ജലസമൃദ്ധമാക്കി മാറ്റുന്നത്. ദക്ഷിണ സുഡാന്റെ അതിർത്തി രാജ്യങ്ങൾ കണ്ടെത്തി എഴുതും. ഓക്കെ, വടക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഡാനെയാണ് കാണാൻ കഴിയുന്നത് അല്ലെ? നോർത്തിൽ കിടക്കുന്നത് സുഡാൻ എന്ന് പറയുന്ന രാജ്യമാണ്. അതിനുശേഷം കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്യോപ്യ കാണാം. പടിഞ്ഞാറോട്ട് നോക്കി കഴിയുമ്പോൾ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിനെ കാണാം. മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ദെൻ തെക്കോട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഉഗാണ്ട കാണാം, കെനിയ കാണാം, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കാണാം. ഓക്കെ, 3 രാജ്യങ്ങളാണ് തെക്ക് ഭാഗത്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് 2011 രൂപീകരിക്കപ്പെട്ട രാജ്യമാണ്. ഇമ്പോർട്ടന്റ് ആണ്. 2011 ദക്ഷിണ സുഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം നിലവിൽ വരുന്നത്. അപ്പോൾ സുഡാൻ എന്ന് പറയുന്നത് വടക്ക് കിടക്കുന്ന രാജ്യമാണ്. അതിന്റെ കിഴക്ക് ഭാഗം എത്യോപ്യയുമായിട്ടും പടിഞ്ഞാറ് ഭാഗം മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കായിട്ടും തെക്ക് ഭാഗം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഉഗാണ്ട, കെനിയയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. ഓക്കെ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് സുഡാൻ. ഇമ്പോർട്ടന്റ് ആണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സുഡാനാണ്. ആ സുഡാനിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. അപ്പൊ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? സുഡാനാണ്. ആ സുഡാനിൽ നിന്നും 10 തെക്കൻ സംസ്ഥാനങ്ങൾ വിഭജിച്ചിട്ട് അവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഉണ്ടായ രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. ദക്ഷിണ സുഡാന് ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്ന കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. ഓക്കെ, അപ്പൊ ഭൂപ്രദേശത്തിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം 2011 ദക്ഷിണ സുഡാൻ രാജ്യം നിലവിൽ ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കയിലാണ്. ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നൈൽ നദിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സുഡാനാണ്. 10 തെക്കൻ സംസ്ഥാനങ്ങൾ, സുഡാനിലെ 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായിട്ടുള്ള ഭൂപ്രദേശം അനിവാര്യമാണ്. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്നും നിജപ്പെടുത്തിയിട്ടില്ല. ഒരു രാഷ്ട്രത്തിന്റെ കര, ജല, വായു, തീരദേശ മേഖലകൾ അതിന്റെ പരിധിയിൽപ്പെടുന്നു. ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്നവയാണ്. ഓക്കെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഗവൺമെന്റ്, മൂന്നാമത്തെ കാര്യമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഗവൺമെന്റ്? ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ്, സർക്കാർ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? ഗവൺമെന്റ് ആണ്. രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്ന രാഷ്ട്രത്തിന്റെ ഘടകമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ഇത് പഠിച്ചു പോവുക. ഇമ്പോർട്ടന്റ്. ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല. അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോവാൻ ഗവൺമെന്റ് എന്ന സംവിധാനം അനിവാര്യമാണ്. രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനവും ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്, എന്നാൽ ഗവൺമെന്റ് സ്ഥിര സ്ഥാപനമാണ്. അതുപോലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രത്തിന് നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്ന ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ക്രമസമാധാനം, നിയമവാഴ്ച, പ്രതിരോധം, വിദേശ ബന്ധങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം, വൈദ്യുതി, വിദ്യാഭ്യാസം തുടങ്ങിയവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. രാഷ്ട്രം എന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയ സ്ഥാപനമാണ്. ഗവൺമെന്റ്
ആണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. രാഷ്ട്രത്തിന്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി മാത്രമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്.